നമസ്കാരം പ്രിയമുള്ളവരെ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ എന്താണ് സംഭവിച്ചത്? എന്താണ് കേസിന് ആസ്പദമായ കാര്യം? ഇതിനിടയിൽ ഈ രാഹുൽ മാങ്കൂട്ടം ആരാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൻ്റെ ചുറ്റുപാടുകളെ തൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ കെൽപ്പുള്ള, നല്ല സംസാരശീലമുള്ള, എതിരാളികളെ പോലും തൻ്റെ അടുത്തേക്ക് വലിച്ചടുപ്പിച്ച് തൻ്റെയോടൊപ്പം നിർത്താൻ പറ്റുന്ന, തൻ്റെ അങ്ങനെയുള്ള വൈബുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇയാളുടെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് തന്നെ പലരെയും അസൂയാലുക്കളാക്കി എന്നുള്ളതാണ് സത്യം. ഈ അസൂയയ്ക്ക് കാരണമാകുന്നത് കേസുവിൻ്റെ ഒരു ദിവസത്തേക്ക് എങ്ങാണ്ടാണ് അദ്ദേഹം കേസുവിൻ്റെ പത്തനംതിട്ട പ്രസിഡൻ്റായത്. അവിടെ നിന്നുള്ള പരിചയം, ഷാഫിയുമായിട്ടുള്ള പരിചയം, ഇയാൾക്ക് നല്ല സൗഹൃദം അയാളുമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ ഇയാൾ ഡൽഹിയിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് NSUവിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് ഷാഫി തന്നെ ഇയാളെ പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് അടൂരിൽ പല ഭാഗങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അയാൾ വെച്ചതോ അയാളുടെ സുഹൃത്തുക്കൾ വെച്ചതോ ആയ കുറേ ബാനറുകളും ബോർഡുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് ഷാഫി പറമ്പിൽ തന്നെ ഇയാളെ കൊണ്ടിരുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി ഒഴിഞ്ഞ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കുന്നു. ഇത്രയൊക്കെ ആക്കിയപ്പോഴേക്കും യൂത്ത് കോൺഗ്രസിൽ തന്നെ ഈ പറഞ്ഞ ഷാഫിക്കും രാഹുലിനും ഇടയിൽ ധാരാളം ശത്രുക്കളുണ്ടായി എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. ആ കാര്യങ്ങൾ നിലനിൽക്കുകയാണ് ഈ പറഞ്ഞ ആദ്യത്തെ രാഹുലിൻ്റെ വോയിസും ചാറ്റുകളും പുറത്തു വരുന്നത്. ആ ചാറ്റുകളും പുറത്തു വരുന്ന സമയത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതത്രയും കൊഴുക്കാനുള്ള കാരണം, ബാർ റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ 24 ചാനലിലെ ശ്രീകണ്ഠൻ നായർ ഇറക്കിയ ഒരു വലിയമായ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരുന്നു. അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്തതായിട്ടും മറ്റു പലരും ഇടപെട്ടതായിട്ടൊക്കെ വന്നു. അതിൽ പ്രതിസ്ഥാനത്ത് വന്ന ചാനൽ എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലാണ്. റിപ്പോർട്ടർ ചാനൽ അതിൽ നിന്ന് തലയൂരുക എന്നുള്ളത് അവരുടെ ആവശ്യമായതുകൊണ്ട് റിപ്പോർട്ടറിലെ അരുൺ ഈ സംഭവം എടുത്ത് നന്നായി ഇളക്കാൻ തുടങ്ങി. റിപ്പോർട്ടർ ചാനലിനെ കൊണ്ടത് പുറത്തു വരിച്ചിട്ട് ലക്ഷ്മി പത്മയും അതിലെത്തു. അത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 18-ാം തീയതിയാണെന്ന് തോന്നുന്നു. അത് പിന്നെ ന്യൂസ് 8 എടുക്കുന്നു. അത് കഴിഞ്ഞ് ചൈരളി ചാനൽ ലൈവായിട്ട് ഈ സാധനം എടുക്കുന്നു. റിപ്പോർട്ടർ ചാനലിനെ മുട്ട പറയുന്നതനുസരിച്ചിട്ട് ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗർഭം ഉണ്ടാക്കി കൊടുത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വൃത്തികെട്ടവനാണ്, ക്രൂരനാണ്, സ്ത്രീലമ്പടനാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ എന്നൊക്കെ രീതിയിൽ രാഹുലിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയാണ് അയാൾ ശരിക്കും പറഞ്ഞ കാര്യങ്ങൾ ഈ കേസിലൂടെ മുമ്പോട്ട് കൊണ്ടുവച്ചത്. ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഓഗസ്റ്റ് 16 കഴിഞ്ഞുള്ള ദിവസങ്ങളാണ് സംഭവിക്കുന്നത്. ഓഗസ്റ്റ് 15-16 എറണാകുളത്ത് താര ടോജോ അലക്സ് എന്ന് പറയുന്ന വിദേശത്ത് പഠിച്ച് നാട്ടിൽ വന്ന് കോൺഗ്രസിൻ്റെ ഒരു സൈബർ പോരാളിയായിരിക്കുന്ന ഒരു യുവതിയും നമ്മുടെ റിനിയാൻ ജോർജ് ഉൾപ്പെടുന്ന അവരുടെ സർക്കിളിൽ വരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ചില വനിതാ നേതാക്കന്മാരെല്ലാം കൂടി ചേർന്ന് ഒരു യോഗം കൂടി. ആ യോഗം കൂടുന്ന സമയത്ത് താര ടോജോ അലക്സ് വളരെ അവിചാരിതമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എടുത്തിരുന്നു. രാഹുൽ മാങ്കൂട്ടമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അയാൾ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മെസ്സേജ് അയച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പരസ്പരം അവളമാർ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുന്നത് ഇങ്ങനുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങി. ചോദിക്കാൻ തുടങ്ങിയ സമയത്ത്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം ആ സമയത്ത് കോൺഗ്രസിൻ്റെ സൈദ്ധാന്തികനായ ഡോക്ടർ പ്രേംകുമാർ എന്ന് പറയുന്ന ആൾ, അത് ഇടതുപക്ഷ സന്തത സഹചാരി എന്നോ ഇടതുപക്ഷ നിരീക്ഷകനോ ഒക്കെയാണ്, വലതുപക്ഷ നിരീക്ഷകനല്ല. അയാൾ വിളിക്കുന്നു ഈ താര ടോജിനെ വിളിച്ചിട്ട് അവർ നിങ്ങൾ ഫോണിൽ മാറി നിന്ന് സംസാരിച്ചതിന് ശേഷം വീണ്ടും ഈ വിഷയത്തിലേക്ക് തന്നെ ഇവർ വരുന്നു. അവിടെ നിന്നും AICCക്ക് പരാതികൾ പോകുന്നു. ഞങ്ങൾക്കിങ്ങനെ അനുഭവം ഉണ്ടായി, ഞങ്ങൾക്കിങ്ങനെ പറയാത്ത പലരുടെ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് അവിടെ ചർച്ച ഉണ്ടാവുകയും ഇവർ ഓരോരുത്തരും AICCക്ക് മെയിൽ അയക്കുന്നു. ഈ മെയിലുകളെല്ലാം തന്നെ AICC ചെല്ലുന്നു. അവർക്ക് നിൽക്കക്കള്ളിയില്ലാതെ വരുന്നു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് പ്രശ്നം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി കസേര ആഗ്രഹിച്ചിരുന്ന രമേശ് ചെന്നിത്തല സതീശൻ ഗ്രൂപ്പിൽപ്പെട്ട ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫിക്കും പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം ഇതിനകത്തേക്ക് ഇറങ്ങിത്തിരിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇമേജ് രാജകുമാരൻ, ബോധ്യങ്ങളുടെ രാജകുമാരൻ എന്നൊക്കെ പറയാവുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പറയുന്നു.
അതിന് രാഹുൽ ചോദിച്ച സമയം അനുവദിക്കുന്നു. അങ്ങനെ രാഹുൽ പത്രസമ്മേളനം നടത്തും. നിങ്ങളുടെ എല്ലാ ഓർമ്മയിലുണ്ട്. ആ പത്രസമ്മേളനത്തിൽ രാഹുൽ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായോ ഇന്ത്യയിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അന്നേരം നമുക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയിരുന്നു. അപ്പോൾ അതിനുശേഷം അപ്പോൾ സതീശൻ അടുത്ത പരിപാടിയായിട്ട് വെച്ചു, പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ നിന്ന് ഇയാളെ ഒഴിവാക്കിക്കൊണ്ട് സ്പീക്കർ കത്ത് കൊടുത്തു. ഇവിടുത്തെ ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യങ്ങൾ നടക്കുന്ന ഓരോ സെക്കൻഡിലും മണിക്കൂറിലും ദിവസങ്ങളോളം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭകഥ മാത്രമാണ് ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആ ഗർഭകഥ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എടുത്തെടുത്ത് കാണിച്ചൊരു സാധനം, നമുക്കൊരു കുഞ്ഞ് വേണ്ടേ എന്ന് പറയുന്നു. അതിനുശേഷം ആ കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാൽ താങ്കൾക്കാണല്ലോ കുഞ്ഞ് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ നിർബന്ധം ഉണ്ടായിരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ പറയുന്നു. അതിന് അമ്മയ്ക്കറിയാവുന്ന ഡോക്ടർമാരെ നാട്ടിലുള്ളൂ എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ വളർത്തിക്കൊള്ളാം എന്നാണ് ഈ പറഞ്ഞ ഒന്നാമത്തെ ഗർഭവതിയായി എന്ന് അവകാശപ്പെടുന്ന യുവതി പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ചിന്താമണ്ഡലത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, ഇവർ തങ്ങളിൽ ബന്ധമില്ലെന്നോ അവർ തങ്ങൾ ശാരീരിക ബന്ധമില്ല എന്നുള്ള കാര്യം രാഹുൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ശബ്ദം രാഹുലിൻ്റെ അല്ല എന്നും പറഞ്ഞിട്ടില്ല. ആ സ്ഥിതിയിൽ കേരള സമൂഹം ഇന്നും വിശ്വസിക്കുന്നു അവർ തങ്ങളിൽ ബന്ധം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു പക്ഷേ ഗർഭം ഉണ്ടായിരിക്കാം, അല്ലാതെ ഉണ്ടാകാതിരിക്കാം. ഇനി ഗർഭമില്ല എങ്കിൽ പിന്നീട് പറഞ്ഞൊരു വാർത്ത, ഈ പറഞ്ഞ യുവതി ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ ലീവ് എടുത്തിട്ടില്ല എന്നാണ് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തോ അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ ബലത്തോടെ അവതരിപ്പിക്കുന്നില്ല. എന്തായാലും അതിതീവ്രമായ ലസിതകുമാരി പറഞ്ഞ പോലെ ലോകത്ത് ഇന്ന് വരെ ഒരു CPM അനുഭാവികളും CPMകാരനും മുകേഷ് ഉൾപ്പെടെയുള്ളവർ കാണിക്കാത്തതിൽ വലിയ തീവ്രത കൂടിയ ഒരുതരം ക്രൂരമായ ബലാത്സംഗമായിരുന്നു രാഹുൽ ചെയ്തതെന്നാണ് അരുണും സുജയ പാർവതിയും ലക്ഷ്മി പത്മയും പറഞ്ഞുകൊണ്ടിരുന്നത്. കൈരളിയാണെങ്കിൽ പറഞ്ഞ ഭാഷകളൊന്നും പറയണ്ട, തെറി വിളിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. തെറി വിളിച്ചോ എനിക്കറിയില്ല, കാരണം ഞാൻ ആ ചാനൽ അങ്ങനെ കൂടുതൽ കാണാറില്ല. സുദീർഘകാലത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയോ മറ്റു നേതൃത്വത്തിൽ വരാൻ സാധിക്കാതിരുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ ഈ പറഞ്ഞ വിജയനെയും, അതായത് പിണറായി വിജയനെയും CPMനെയും വാഴകളെന്നും ആഭ്യന്തര വകുപ്പ് വാഴയാണെന്നൊക്കെ പറഞ്ഞത് കേട്ടിരുന്ന ഒരാൾ, എന്നാൽ പിന്നെ ഞാൻ വാഴയല്ല മുളയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഇടപെടുകയും അദ്ദേഹം നേരെ പോയി ഒരു ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുണ്ടായത്. ഈ അന്വേഷണ സംഘം കേരളം അങ്ങോളം ഇങ്ങോളം എല്ലാം നടന്ന് ഈ പ്രശ്നത്തെ ആൾക്കാരെ കണ്ടെത്താൻ തുടങ്ങി. ഗർഭമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് പലരോടും ചോദിച്ചു. യൂട്യൂബേഴ്സിനോട് പലരും ചോദിച്ചു, ഇങ്ങനെ വല്ല വിവരങ്ങൾ നിങ്ങൾക്കുണ്ടോ, ചായലെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിച്ച കൂട്ടത്തിൽ ഞാനും പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആർക്കും തന്നെ അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഈ ലൈവായി കറക്റ്റായി കൊടുക്കാനില്ലാത്തതുകൊണ്ട് എല്ലാവരും കൈയൊഴിയാണ് ചെയ്തത്. അങ്ങനെ അവർ ആ കേസ് കൈയൊഴിയുന്ന സമയത്താണ് ഈ പറഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യും എന്ന് ആഗ്രഹിച്ചിരിക്കുകയും ആ സമയത്ത് തങ്ങളിലുള്ള ചാറ്റിൻ്റെ ബാക്കി ആദ്യത്തെ പെൺകുട്ടിയുടെ മൊഴി അനുവാദമില്ലാതെ പുറത്തു വിടുകയും ചെയ്തു. അതിൻ്റെ പുറത്തൊരു കേസും വന്നു. ഇവിടെ ശരിക്കും 2-3 കാര്യങ്ങൾ ഓർക്കണം. ഈ കേസിൽ 24/8/2024 നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത ഈ പറഞ്ഞ സന്ദീപ് വാര്യർ, കാരണം ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്ന് പറഞ്ഞത് സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യർ നേരിട്ട് പറയാനല്ല ചെയ്ത്, എനിക്കറിയാവുന്നൊരു കുട്ടിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അയാൾ ചെയ്ത കുറ്റം മാത്രമേ ഉള്ളൂ. അല്ലാതെ അയാൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോ പ്രസിദ്ധപ്പെടുത്തുകയോ പേര് പ്രസിദ്ധപ്പെടുത്തുകയോ എവിടെ ജോലിയാണെന്ന് പറഞ്ഞില്ല. അത് തന്നെ രാഹുൽ ഈശ്വറും ചെയ്തു. അതിനെ രാഹുൽ ഈശ്വർ ഒന്നുകൂടി പ്രസ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരിക മാത്രം ചെയ്തു. രാഹുൽ ഈശ്വറിനെയും സന്ദീപ് വാര്യരെയും ഈ കേസിൽ പ്രതിയാക്കിയതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൻ്റെ ബലത്തിന് ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. 2 പേരെ കൂടി ക്രിമിനൽ കേസിൽ പ്രതിയാക്കി കോടതിയിൽ കൊണ്ടു നിർത്താവുന്നുള്ള അല്ലാതെ ഒന്നാമത്തെ കേസിലെ ഈ പ്രതിയാക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരുവിധ ശിക്ഷയും അധികമായി വാങ്ങിക്കൊടുക്കുവാനോ അത് സംശയാതീതമായി തെളിയിക്കുന്നതിനോ അല്ലെങ്കിൽ അയാൾ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനം ചെയ്തു എന്ന് തെളിയിക്കുന്നതിനോ നിയമവിരുദ്ധമായ രീതിയിൽ സ്ത്രീയെ കയറിപ്പിടിച്ചെന്നോ ബലാത്സംഗം ചെയ്തെന്നോ തെളിയിക്കുന്നതിനായ യാതൊരു കാര്യമില്ലാത്ത കേസിലാണ് രാഹുൽ ഈശ്വറിനെയും സന്ദീപ് വാര്യരെയും പിടിച്ചകത്തിടാൻ ശ്രമിച്ചും അതിൽ രാഹുൽ ഈശ്വർ പോയി അകത്ത് കടന്നതും എന്നുള്ളതാണ് സത്യം. ലോകത്ത് ആരെങ്കിലും വേറെ ആളുടെ ഗർഭത്തിൻ്റെ കഥ പറഞ്ഞതിൻ്റെ പേര് അകത്ത് കടന്നിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ ഈശ്വർ തന്നെയാണ് എന്നുള്ളതാണ് സത്യം. അവനത് വേണമെന്ന് പറയുന്ന പലരും ഇതിൻ്റെ അടിയിൽ ഒരുപക്ഷെ കമൻ്റ് ഇടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റ് 2-3 കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിനിയാൻ ജോർജ് എന്ന് പറയുന്ന സ്ത്രീയാണ് ഇതിനകത്ത് ആദ്യമായി പുറത്തു വന്നത്. എന്നിട്ട് അവരെന്ത് പറഞ്ഞേ, എനിക്ക് ഇതിനകത്ത് യാതൊരു പരാതിയില്ല, എന്നോട് അയാൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റ് വനിതകളും പറഞ്ഞത്. ഈ പറഞ്ഞവർക്ക് ആർക്കും നേരിട്ടൊരു ഇതില്ല. നമ്മളിപ്പോൾ 2 കൈകൾ തങ്ങൾ ചേർത്തടിച്ചെങ്കിലും ശബ്ദം ഉണ്ടാകുന്നു പറഞ്ഞ പോലെ എത്ര വലിയ കോഴിയാണെങ്കിലും എന്നോട് ഇങ്ങോട്ട് ഇടപെടുന്ന അനുസരിച്ചല്ലേ അങ്ങോട്ട് ഇടപെടാത്തുള്ളൂ, അല്ലാതെ ആരെങ്കിലും ഇടപെടുമോ? ഇനി അതല്ല, ഞാൻ മനസ്സിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന്
ഈ പെൺകുട്ടി എന്നല്ല, ഏതൊരു പെൺകുട്ടിയായിട്ട് ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ നിർത്തേണ്ട തലത്ത് നിർത്തി അത് പരിഹരിക്കാനുള്ള കഴിവും ബുദ്ധിയും സാമർഥ്യമുള്ള ആളാണെന്ന് തന്നെയാണ് ബലമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അയാൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായോ രാജ്യദ്രോഹത്തിന് വിരുദ്ധമായോ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാഹോദര്യ സാമുദായിക ബന്ധങ്ങൾക്കെതിരായിട്ടോ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ശിഥിലമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യില്ല എന്നുള്ള കാര്യം അയാളുടെ വാക്കിലും അയാളുടെ പ്രവൃത്തിയിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയാളുടെ വാക്കുകളെ ശരിക്കും അയാളെ അനലൈസ് ചെയ്യുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്താണ് രാഹുൽ മാങ്കൂട്ടം എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം രാഹുൽ മാങ്കൂട്ടത്തെ എല്ലാവരും കാണാൻ എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കൽക്കരിക്കനിയിൽ പോയി പണി ചെയ്ത് നിൽക്കുകയാണ്. ബെല്ലാരിയിലെ കാളെ വളർത്താൻ പോയെന്നോ പോത്തിനെ വളർത്താൻ പോയെന്ന് പറഞ്ഞ പോലീസുകാർ രാഹുൽ മാങ്കൂട്ടത്തിനെയും കൊണ്ട് ഹോസൂർക്ക് കോടതിയിലേക്ക് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് പറഞ്ഞ പത്രക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. പത്രക്കാരും പോലീസുകാരും ചേർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് കേരളത്തിലെ ജനങ്ങളെ തങ്ങളുടെ ഇടയിലേക്ക് പിടിച്ചിരുത്തുകയും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വിഷയമല്ലാതെ മറ്റൊരു വിഷയം ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്ത കൂട്ടത്തിൽ ഇപ്പോഴെന്തുകൊണ്ട് ഇവർ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സംശയം. കഴിഞ്ഞ ദിവസം ഈ കേസെടുത്തതിന് ശേഷം ഹൈക്കോടതി വിധി ഹൈക്കോടതി ഈ കേസിനകത്ത് ഇൻ്റർവ്യൂ ഓർഡർ 7-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം പോലും ആ ഓർഡറിൽ പോലും ഓർഡർ കൈകാര്യം ചെയ്യുന്ന ജഡ്ജിയെ പറ്റി പോലും അന്ന് രാവിലെ പോലും കള്ളമാണ് പറഞ്ഞത്. ഞാൻ കൃത്യമായി ഇത് പറയുകയും ചെയ്തു അന്ന് തന്നെ. അപ്പോൾ അങ്ങനെ ഇതിന് ഏത് രീതിയിൽ ആരൊക്കെ എവിടുന്നൊക്കെയോ പറയുന്നത് കേട്ടിട്ട് ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഈ വിഷയത്തെ താഴെ കളഞ്ഞിരിക്കുന്നു. പത്രത്തിൻ്റെ ഏതോ കോണിലാണ് 7-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നീട്ടിയിരിക്കുന്നു പറഞ്ഞത്. ഘോരവാദത്തിന് ശേഷം എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം തൻ്റെ ബെഞ്ച് ഇത് കേൾക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് കെ ബാബു സാറിൻ്റെ ബെഞ്ച് കേൾക്കട്ടെ എന്ന് ബിച്ചു കുര്യൻ താമസർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ഓർഡർ ഇന്ന് വരെ ഉള്ളൂ എന്ന് വക്കീൽ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഇൻ്റർവ്യൂ ഓർഡർ തുടരാൻ മാത്രമേ ആ ജഡ്ജ് ചെയ്യാറുള്ളൂ. അതേ അവിടെയും നടന്നിട്ടുള്ളൂ. അസ്വാഭാവികതകളൊന്നും അതിനകത്ത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പോഴും ഷാഡോ പോലീസുകാർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഉണ്ട്. 7-ാം തീയതി എന്ത് സംഭവിക്കുന്നതിനെ വെച്ച് 7-ാം തീയതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ കേസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തെ കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ പോലീസ് ഇങ്ങനെയുള്ള നടപടിയായി മുമ്പോട്ട് പോയ സ്ഥിതിക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ പെൺകുട്ടിക്ക് നീതി കിട്ടുകയോ ആ പെൺകുട്ടിക്ക് ചെയ്തെടുത്ത പരാതിയുടെ പുറത്ത് നീതി കിട്ടുമെന്നോ രാഹുൽ മാങ്കൂട്ടം ശിക്ഷിക്കപ്പെടുമെന്നോ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് അത് പോയിരിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞാണ് ശരി, നിയമത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല, എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ എന്നാണ് കോൺഗ്രസിൻ്റെ മുതുക്കന്മാരായ നേതാക്കന്മാരെന്നൊക്കെ അയാൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ കുറച്ച് ദിവസമായിട്ട് KPCCയുടെ അഭിനവ പ്രസിഡൻ്റായ KPCCയുടെ അഭിനവ പ്രസിഡന്റ് എന്ന് ഞാൻ പറഞ്ഞ മുൻ പ്രസിഡൻ്റാണ് കെ മുരളീധരനോ അല്ലെങ്കിൽ VD സതീശനോ അല്ല ആരോടും പത്രക്കാർക്ക് രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി ചോദിക്കാനൊന്നുമില്ല. എല്ലാം അവസാനിച്ചു. മുഖ്യമന്ത്രിക്കൊന്നും പറയാനില്ല. ഈ പരാതി കൊടുത്ത യുവതിയുടെ അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല. ആരെയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടം സർവ്വത്ര സ്വന്തനായി വീട്ടിലോ പാലക്കാട്ടോ എവിടെ നടന്നാലും പ്രശ്നമില്ല. ഇടയ്ക്ക് ഷാഡോ പോലീസ് ഒന്ന് നോക്കുന്നുണ്ട്, രാഹുൽ എവിടെയൊക്കെ പോകുന്നുണ്ട് എന്ന് നോക്കുന്നുണ്ടെന്ന് മാത്രമേ ഇക്കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് പുറത്തു അറിയാൻ കഴിയുന്നുള്ളൂ. എന്തായാലും ഈ കേസിൻ്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഇതുതന്നെയാണ് ഈ കേസിൽ സംഭവിച്ചത്. ഇനി ഈ കേസിനകത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് വരും കാലങ്ങളിൽ പരാതി കൊടുത്ത പരാതിക്കാരിയും വല്ലപ്പോഴും അവധിക്ക് പോകേണ്ടി വരുന്ന രാഹുലും മാത്രമായിരിക്കും എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ FIR കോഷ് ചെയ്യാൻ വേണ്ടി രാഹുൽ ഹൈക്കോടതിയിൽ പോയേക്കാം. ആദ്യത്തെ FIR കോഷ് ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ലെന്നാണ് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ FIR കോഷ് ചെയ്ത് കിട്ടുന്നതിനും രാഹുലിന് അവകാശമുണ്ട്. അതിനയാൾ പോയാൽ പോലും അയാളെ കുറ്റം പറയാൻ പാടില്ല, കുറ്റം പറയാനും പറ്റില്ല. അതും ഭരണഘടനാനുസൃതമാണ്, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണ്. ഏത് കേസും കോഷ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനുള്ള അവകാശം ആ കേസിലെ പ്രതിക്കുണ്ട്. കൊടുക്കണോ വേണ്ട എന്നുള്ള കോടതിയാണ് തീരുമാനിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരിക്കൽ കൂടി പറയുന്നു, രാഹുൽ അയാൾ നിൽക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുവാനും ചുറ്റുപാടുകളെ തൻ്റെ അടുത്തേക്ക് വരുത്താനും കഴിവുള്ള ബുദ്ധിമാനായ സമർത്ഥനായ ഒരു വാക്പോരാളിയാണ്. ആ വൈബിൽ അയാളുടെ ചുറ്റുപാടുകൾ മൊത്തം അയാളോടൊപ്പം അലിഞ്ഞില്ലാതായിത്തീരുന്നു എന്നുള്ളതാണ് സത്യം. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം മുമ്പോട്ട് രാഹുലിനെ കൈകാര്യം ചെയ്യാൻ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.